എന്റെ അമ്മേ. കളിച്ചില്ലല്ലോ ഈ പണ്ടാരം പിടിച്ച കളി ഇവിടെ നടക്കൂലെന്ന്. കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇടും. നിന്റെയൊക്കെ കാലൊടിഞ്ഞ പ്ലാസ്റ്ററാ. ഈ തൂണിന്റെ ഒക്കെ കാലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. പ്ലാസ്റ്റിക്കാണ്. ഞാൻ പോടോന്നാ നീ പോടോ. ഈ കാണുന്നതെല്ലാം എന്റെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. അയ്യോ അയ്യോ പുല്ല് വെട്ടാൻ പറഞ്ഞ ഇവിടെയാണ് കേട്ടോ. പുല്ല് പുല്ല് മാറി നിൽക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. മാറ്റി വെട്ടണ. ഇന്നാണ് നിന്റെ ഒടുക്കത്തെ ബോള്. എന്താടോ എന്താടോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലട ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താടാ ലോറൻസേ? എന്താടാ എന്നാ ലോറൻസ് എന്നാ. ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയവനാ. അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ. ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തല? എന്റെ അമ്മ ഇത് പന്തല? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ട് എന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബഡാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. വാടക കൃത്യമായിട്ട് തരുന്നല്ലേ? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. 2-3 കല്യാണം, പള്ളിപ്പെരുന്നാൾ, ധ്യാനം ഒക്കെ ഏറ്റതാണ്. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ. പോടാന്നാ? അതെ പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത് തമാശക്കാണാ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെങ്കൊച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ, മേരാ പ്യാരി സോനാരെ. സോനാര് അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേതാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ. തങ്കമേ സോനാരെ. വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തൊരു എഴുത്? ഇത്തിരി സോഡ കൂടി. എന്റെ അച്ഛന്റെ അച്ചാറ്. മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്നുറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്താ ഇവിടെ ബഹളം? ഒച്ച വെക്കണ പാട്ടി. നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലാതായി. ആരുമില്ലാടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ.
ഞാനെന്തല്ലോ ഒരു സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. എന്താ? അയ്യേ, ഇതെന്ത് കോലം? ഇവിടത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല, എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ ഷോ, ലവ് ലെറ്റർ ഒന്നും ഞാൻ വാങ്ങിക്കില്ല. എനിക്ക് നാണാവും. ഒറ്റ വീക്ക് വെച്ചിട്ട് ഞാൻ പിടിക്കരാ. ഇതെന്താ ഇത്? മലയാളം. അക്ഷര മലയാളോ? മേം പൂജാനു ദോ പതുക്കെ. സലാം തോ ഇത് പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പൊന്നും പോകണ്ട. നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? ഏയ്, ആ ശബ്ദമല്ല, ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്. ഇത് വായിക്കാൻ. मैं पूजानु दो सलाम दो प्यार करना है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी मौत ही देख लेंगे ക്യാ? നീ ആരാ? ഗബ്ബർ സിംഗോ? കക്കാന്ന് വിളിക്കാൻ. ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം! ഞാനൊരു ആ, പാപം. ബേ ബേ ബേ. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്കാം. അമ്മേ. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ നീട്ടി എറിയടാ. തലയിലിട്ട് ഞോണ്ടാവലി. എന്താ ഇത്? सोनारे, ये छोटा कागज है। मेरे पास करो कागज है। എന്താ പട്ടി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ, ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. പോടാ അങ്ങോട്ട്, നാണമില്ലാത്ത. മേ പൂജാനും ദോ സലാം 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 ദോ പ്യാർ കർതാ ഹാ. ക്യാ? സാലേ ഉള്ളൂ की पट्टी क्या बोलता है? നീ വായിച്ചു തരാന്ന ഊമ, വായിച്ചു തരാന്ന. എന്താ ചൂടാവണം? ചൂടാവാതെ പോടാ. ഞാൻ തന്നില്ല എന്റെ ജീവിതം. എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. अरे कोई है बाहर? निकल बाहर. क्या करता है? കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? उधर से. ഛീ, വൃത്തികെട്ടവൻ. അതിനിടയ്ക്ക് അതും ചെയ്താ? क्या? അറിയില്ല, പഞ്ചാബിയാ. നീ തരാൻ